ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും രാവിലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് തീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് പിള്ളേർ സ്കൂളിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ പഴം ഉണ്ടായിരുന്നു, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഴം കൊണ്ട് പഴംപൊരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു 4 പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേർ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴേക്കും ചായയുടെ കടി ഒന്ന് ഒപ്പിക്കലായിരിക്കുമല്ലേ എല്ലാ വീട്ടിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അതേപോലെ ഉച്ചയ്ക്ക് ലഞ്ചിനോ രാത്രി ഡിന്നറിനോ ഒന്നും ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല. പക്ഷേ വൈകിട്ട് ചായയുടെ കടിക്ക് എന്ത് ഒപ്പിക്കും, എന്തുണ്ടാക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ എൻ്റെ പഴയ വ്ളോഗിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിള്ളേർ സ്കൂളിൽ വരുമ്പോൾ എന്തായാലും ആദ്യം തന്നെ ഒന്നുകിൽ രാവിലത്തെ ചായയുടെ കടി ബാലൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും, അതല്ലെങ്കിൽ ചോറാണ് ഞാൻ കൊടുക്കലെന്ന് എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചായയുടെ കടി വളരെ റെയറായിട്ടേ ബാലൻസ് വരലുള്ളൂ, കറക്റ്റ് തീരാൻ പാകത്തിനേ ഉണ്ടാക്കലുള്ളൂ. പിന്നെ ചിലപ്പോൾ കറി മാത്രമായിട്ടായിരിക്കും കൂടുതലും ബാലൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായയുടെ കഴിയുമ്പോൾ തന്നെ കറി മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ അത് ഫ്രിഡ്ജിലിട്ട് വയ്ക്കും പിറ്റേന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പഴംപൊരിക്കുള്ള ബാറ്ററൊക്കെ റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോഴാണ് ഓർത്തത് വണ്ടി വെളിയിൽ തന്നെ ഇരിക്കുക എന്നുള്ള കാര്യം. ഒരു തവണ വണ്ടി ഇതുപോലെ ഒരുപാട് മഴയൊക്കെ നനഞ്ഞ് ശ്രദ്ധിക്കാതെ ഇട്ട് മഴയൊക്കെ നനഞ്ഞിട്ട് പിന്നെ ബാറ്ററി ഭയങ്കര വീക്കായി. പുതിയ ബാറ്ററി മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല പേടിയാണ് വീണ്ടും അങ്ങനെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മഴ വേണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മാറ്റി വെച്ചു. പിന്നെ വീണ്ടും ബാക്കി പണിയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ രാവിലത്തെ ചായയുടെ കടി ഇല്ലെങ്കിൽ ചോറ് കൊടുക്കും. അപ്പോൾ ചോറ് കൊടുത്തിട്ടാണ് അവളെ മദ്രസയിലേക്ക് വിടണതൊക്കെ. അത് കഴിഞ്ഞിട്ട് മദ്രസ വിട്ട് വന്നിട്ട് പിന്നെ ആ ഒരു മഗ്‌രിബിനൊക്കെ തൊട്ട് മുമ്പുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്താണ് പിന്നെ ചായയുടെ കടി എന്തെങ്കിലും ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കും. സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ ഈ ബേക്കറി ഐറ്റംസോ അല്ലാതെ ഈ ചായയുടെ കടിയോ ഒക്കെ ചായയുടെ കടി പിന്നെയും അതായത് ചോറിന് നല്ല കറികളൊന്നും അവർക്ക് ഇഷ്ടമുള്ള കറികളൊന്നും ഇല്ലെങ്കിൽ പിന്നെയും ചായയുടെ കടി ഉണ്ടാക്കിയത് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പക്ഷേ ഈ ബേക്കറി ഐറ്റംസൊക്കെ വരുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കൂല കേട്ടോ. കാരണം അത് ആ ഒരു പാക്കറ്റൊക്കെ അങ്ങനെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഇരിപ്പിലൊക്കെ ഫുള്ള് കഴിച്ച് തീർക്കും. ബാക്കി ചോറും ഒക്കെയല്ലോ പിള്ളേർക്ക് ഇറങ്ങൂലാത്തേ ഉള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ അത് ഞാൻ പരമാവധി മാറ്റി വയ്ക്കും വരുമ്പോഴേക്കും. പിന്നെ അത് വൈകിട്ട് ഒരു മഗ്‌രിബിനൊക്കെ മുമ്പൊക്കെയാണ് പിന്നെ അതൊക്കെ എടുത്ത് കൊടുക്കലുള്ളൂ. അങ്ങനെ പഴംപൊരിക്കുള്ള ബാറ്ററൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി. അപ്പോൾ ഞാനിവിടെ എൻ്റെ പഴയ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വെള്ളം ഇവിടെ പൈപ്പിലെ വെള്ളം ആയതുകൊണ്ട് ഡയറക്റ്റ് പച്ചവെള്ളം കുടിക്കാൻ എല്ലാവരും തന്നെ അടുത്ത് അങ്ങനെയാണ് കുടിക്കല്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് വെള്ളം അങ്ങനെ കുടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം തിളപ്പിച്ച് അത് ജഗ്ഗിൽ ഊറ്റി വയ്ക്കും. അത് തീരണേന് ഒരു പകുതിക്ക് ഒരു 2-2.5 ജഗ്ഗൊക്കെ ഊറ്റാനുണ്ടാകും. അപ്പോൾ ഒരു 2ാമത്തെ ജഗ്ഗ് ഊറ്റി വയ്ക്കണ സമയത്ത് തന്നെ അത് നമ്മൾ മാറ്റിയിട്ട് വീണ്ടും അടുത്ത വെള്ളം തിളപ്പിച്ച് വയ്ക്കും. അതായത് ചൂടോടെ കുടിക്കാം, എന്നാൽ പച്ചവെള്ളം കുടിക്കാനും പറ്റില്ല, എന്നാൽ ചൂടോടെ കുടിക്കാനും പറ്റില്ല. അപ്പോൾ തിളപ്പിച്ച് ആറിയ ആ ഒരു ഇതിൽ കുടിക്കാൻ വേണ്ടിയിട്ട് തീരണേന് മുമ്പേ തന്നെ അടുത്തത് തിളപ്പിച്ച് വയ്ക്കും കേട്ടോ. അങ്ങനെ തിളപ്പിച്ച വെള്ളം മാത്രമാണ് നമ്മൾ കുടിക്കലുള്ളൂ. ഇഷ്ടമുണ്ടായിട്ടല്ല, ഇപ്പോൾ ഇഷ്ടപ്പെട്ടു. കാരണം ഈ പൈപ്പ് വെള്ളം ഡയറക്റ്റ് പച്ചവെള്ളമായിട്ട് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ അപ്പോൾ നമ്മൾ പഴംപൊരിക്കുള്ള ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ എണ്ണ എല്ലാം ചൂടാക്കാൻ വെച്ചു. പിന്നെ ഓരോന്നോരോന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഒരു പഴം ആദ്യം തന്നെ പകുതിയായിട്ട് മുറിച്ചിട്ട് പിന്നെ ഓരോ പഴത്തിനും നേരത്തെയൊക്കെ 4 പീസ് ആക്കാമായിരുന്നു. അങ്ങനെ ഒരു പഴത്തിൽ നിന്ന് ടോട്ടൽ 8 പീസ് പഴംപൊരിയൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ നീളത്തിൽ ചെയ്യാറേ ഉണ്ടായില്ല. പക്ഷേ ഈ പഴം തീരെ ചെറുതായതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാട്ടോ അങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ മാക്സിമം പീസസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. എൻ്റെ അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ. ഒരു കിലോ പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 100 പഴംപൊരി റെഡിയാക്കി തരുമെന്നും പറഞ്ഞ് അങ്ങനെ കളിയാക്കലുണ്ടായിരുന്നു കേട്ടോ. 100 റെഡിയാക്കിയില്ലെങ്കിലും ഒരു പഴത്തിൽ നിന്ന് നല്ല വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒരു പഴത്തിൽ നിന്ന് ഒരു 10 പഴംപൊരി ആയിട്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ, അപ്പം അങ്ങനെ മതിയല്ലോ.
അങ്ങനെ പഴംപൊരി എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കേട്ടോ. വന്നതേ വിശക്കുമെന്ന് പറഞ്ഞാണ് വന്നത്. കാരണം ഉച്ചയ്ക്ക് വളരെ കുറച്ച് ചോറ് മാത്രമേ കൊണ്ടുപോകുള്ളൂ. കാരണം വീട്ടിലിരുന്ന് ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് പയ്യെ പയ്യെ കഴിച്ച് അങ്ങനെ ശീലമായതുകൊണ്ട് സ്കൂളിൽ ചെന്ന് കഴിക്കുമ്പോൾ സമയം തികയില്ല, വേഗം ബെല്ലടിക്കും. അപ്പോൾ അതാരണം പേടിച്ചിട്ട് കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞാലും വളരെ കുറച്ച് ചോറേ കൊടുത്തു വിടലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും വിശക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഇന്നിപ്പോൾ ബോളിയുടെ മണം അടിച്ചുകൊണ്ടേ കയറി വന്നതുകൊണ്ട് പിന്നെ ഞാൻ ചോറ് ഞാനൊന്നും നിർബന്ധിച്ചില്ല, അത് കഴിച്ചോട്ടേ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും അയറും അവിടെ ഇത്താത്താക്കും ഇക്കാക്കും പാത്രവും സ്പൂണും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബോളി കഴിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ചുമ്മാ കാണിക്കണതാ. സത്യം പറഞ്ഞ പഴംപൊരിക്ക് സ്പൂണിൻ്റെയും ഫോർക്കിൻ്റെയും ഒന്നും ആവശ്യമൊന്നുമില്ല. അവർ പിള്ളേർ ഓരോ കോട്ടിയൊക്കെ കാണിക്കണത്, നമുക്കിപ്പോൾ എന്ത് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ലോ, കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ 3 പേർക്കും റെഡിയാക്കി അയറുവിൻ്റെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ച് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഡ്രസ്സും മാറി മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് പിന്നെ അവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. പിന്നെ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ പിന്നെ വല്ലപ്പോഴും പിള്ളേർക്ക് കൊടുക്കാനായിട്ട് തിളപ്പിക്കലുള്ളൂ. കാരണം പിള്ളേർക്ക് ചായയോട് അങ്ങനെ താല്പര്യമില്ല. വൈകിട്ടൊന്നും അങ്ങനെ ചായ കുടിക്കലേ ഇല്ല. ഇപ്പോൾ ചോറാണെങ്കിലും ചായയുടെ കടി, രാവിലത്തെ ചായയുടെ കടിയാണെങ്കിലും വൈകുന്നേരത്തെ കടിയാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ വെള്ളമാണ് കുടിക്കൽ കൂടുതൽ. അങ്ങനെ തന്നെയാണ്. പിന്നെ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. പിന്നെ പാൽ ചായ അതിനോടൊന്നും അങ്ങനെ ഒട്ടും തന്നെ താല്പര്യമില്ല. പിന്നെ ഞാൻ രാവിലെ പാലായിട്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴും ബൂസ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കണോണ്ട് രാവിലെ കുടിക്കും. വൈകുന്നേരമൊക്കെ ചായ കുടിക്കലൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കണമല്ലോ, കുറച്ച് ക്ലിപ്സൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചായ തിളപ്പിക്കുന്നതാണ് കേട്ടോ. വലിയ ആവശ്യമില്ലാന്ന് വെച്ചാൽ കുടിക്കില്ല, കളയുന്നല്ല, കുടിക്കും. പിന്നെ അത്രയ്ക്ക് നിർബന്ധമായിട്ട് തിളപ്പിക്കണതൊന്നും അല്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ തിളപ്പിച്ചിട്ട് അവർ മേലൊഴുകി ഡ്രസ്സൊക്കെ മാറി അവർ ചായ കുടിക്കാനിരിക്കണ്ടായിരുന്നു. പിന്നെ ഐശുവിന് മദ്രസയിൽ പോകണം. മമ്മൂന് മദ്രസ ചേർത്തിട്ടില്ല, അവൾക്ക് മാത്രം മദ്രസയിൽ പോയാൽ മതി. മദ്രസയിലപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വിടും, തിരിച്ച് പിള്ളേരുടെയൊക്കെ കൂടെ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ പിള്ളേരുടെ കൂടെ അങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മായൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചായയുടെയെല്ലാം കഴിഞ്ഞ് മദ്രസയിൽ വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് നേരം പേൻ നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. പേൻ ഡെയിലി പേൻ നോക്കിയാലും എവിടെ നിന്നാണെന്നറിയില്ല വീണ്ടും നന്നായിട്ട് പേൻ കൂടും അല്ലാതെ കുറഞ്ഞു തന്നെ കാണില്ല കേട്ടോ. ഈ ഇളയതിൻ്റെ തലയിലും അവളാണെങ്കിൽ വല്ലപ്പോഴും അംഗൻവാടി പോകണുള്ളൂ. അങ്ങനെ അംഗൻവാടിയിലും എപ്പോഴും പോകാറില്ല. പിന്നെ എവിടെ നിന്നാണെന്നറിയില്ല അവളുടെ തലയിൽ നന്നായിട്ട് പേൻ കയറുന്നുണ്ട്. പിന്നെ പേൻ പോണ ഒരു മരുന്നിനെ പറ്റി എൻ്റെ നാത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, അത് എവിടെ നിന്നാണ് കിട്ടണമെന്നൊന്നും അറിയില്ല. ഒരു ദിവസം ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ച സമയത്ത് ആ സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ ഇനി എവിടെന്നെങ്കിലും ഒന്ന് വാങ്ങിച്ച് തേക്കണം എന്നുണ്ട്. അവരൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞത്, നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അത് ചെയ്ത് നോക്കണം എന്നാണ് വിചാരിക്കണത്. എന്നിട്ട് അവളെ മദ്രസയിലൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് വൈകിട്ടൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കേക്ക് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കേക്ക് ഇപ്പോൾ ചെറിയ പണിയാണെങ്കിലും വലിയ പണിയാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കിച്ചൺ സ്ലാബൊക്കെ നന്നായിട്ട് മിസ്സാവും, നല്ല പണിയുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ കേക്ക് ഉണ്ടാക്കിയതിൻ്റെയും ചായ കുടിച്ചതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിച്ചത് മാത്രമല്ല നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയതും ഒക്കെ ആയിട്ടുള്ള ഫുള്ള് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അതായത് കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് 2 സൈഡിലും കിച്ചൺ സ്ലാബൊക്കെ ഫുള്ളായിട്ട് ഇതായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേഗം കേക്ക് പാക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ. കേക്ക് സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു, ഒരു 1/2 kg കേക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും വേഗം പാക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഗ്‌രിബ് ബാങ്ക് വിളിക്കും, പിന്നെ നിസ്കരിക്കണം, പിന്നെ പിള്ളേരെ പഠിപ്പിക്കണം, ചോറ് കൊടുക്കണം, പിന്നെ പിറ്റേന്നത്തേക്ക് ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പഞ്ചും ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതായത് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യണതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ എല്ലാം കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിള്ളേരെ പഠിപ്പിക്കാനായിട്ടിരുന്നു.
പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഐഷുവിന് അങ്ങനെ വലിയ കാര്യമായിട്ട് അവളുടെ കൂടെ ഇരിക്കണ്ട. അവൾ ഞാൻ ടെസ്റ്റ് പേപ്പറൊക്കെ എന്താണെന്നോ ഡയറിയിലോ ഗ്രൂപ്പിലൊക്കെ വന്നാൽ ചെക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് പഠിക്കാൻ കൊടുക്കും. പഠിച്ച് കഴിഞ്ഞിട്ട് അവൾ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരും. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് ക്ലിയർ ചെയ്ത് വിടലുള്ളൂ. കൂടെ ഇരുത്തി പഠിപ്പിക്കലൊന്നുമില്ല. അപ്പോൾ 4th സ്റ്റാൻഡേർഡിലായല്ലോ. പിന്നെ മമ്മു UKG പഠിക്കണേ. അപ്പോൾ അവൻ്റെ കൂടെ ഇരുത്തി പഠിപ്പിക്കണം. എന്നാലും പ്രശ്നമൊന്നുമില്ല. അവൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചോളും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം വരും. പിള്ളേരുടെ കാര്യം അങ്ങനെയാലോ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ചെന്ന് നോക്കും. മൊത്തത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പഠിച്ച് തുടങ്ങി തീരുന്നത് വരെ കൂടെ ഇരിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് നേരം ഇടയ്ക്കൊക്കെ വന്നൊന്ന് എത്തി നോക്കിയിട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ അവിടെ വേറെ പല കളികളിലേക്കും പോകും. പടം വരയ്ക്കാനും പെയിൻറ്റിങ്ങിനും ഒക്കെ പോകും. അങ്ങനെ പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉമ്മ വൈകിട്ട് കുറച്ച് കപ്പ ഒഴുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. മുട്ട ഒരു ട്രേ ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മുട്ട വാങ്ങിയത് അതൊന്ന് ട്രേയിലേക്ക് എടുത്ത് വയ്ക്കാൻ പോലും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു. പിറ്റേന്നത്തേക്ക് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ്. അതിൻ്റെ ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് പിറ്റേന്നത്തേക്ക് അപ്പത്തിന് മാവ് റെഡിയാക്കി വെക്കണമായിരുന്നു കേട്ടോ. അതിന് ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിടൽ വളരെ കുറവാണ്. പച്ചരി വെള്ളത്തിലിടുന്നപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കാനും നമുക്ക് നെയ്റോസ്റ്റും ദോശയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോഴാണ് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചങ്ങനെ ഉണ്ടാക്കലുള്ളൂ. അപ്പം ചുടണമെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അല്ല തലേന്ന് രാത്രി കിടക്കാൻ നേരത്തെ ഇങ്ങനെ അരച്ച് വെക്കലാണ് കേട്ടോ പതിവ്. അത് നമ്മുടെ സാധാ വറുത്ത പൊടിയും. അറിയാത്തവർക്ക് വേണ്ടി പറയണം കേട്ടോ. കൂടുതൽ ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പം നമ്മുടെ പച്ചരി അരി വെള്ളത്തിലിട്ട് കുതിർത്തി അപ്പം ചുടണേക്കാളും നല്ല അടിപൊളി അപ്പമായിരിക്കും കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നമ്മുടെ സാധാ അപ്പമൊക്കെ ചുടണ വറുത്ത പൊടിയുണ്ടല്ലോ, അപ്പത്തിനും പത്തിരിക്കും പുട്ടിനൊക്കെ ഉപയോഗിക്കണേ ആ അരിയും കുറച്ച് തേങ്ങ, കുറച്ച് ചോറ്, പിന്നെ പുളിമാവ്. അത് മസ്റ്റായിട്ട് വേണം കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ചുട്ട നല്ല അപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, അതിൽ ഈസ്റ്റ് ചേർത്താലും മതി. പക്ഷേ ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം ഈസ്റ്റ് ഇട്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫ്ലോപ്പാവും. എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ പറയണത്. പക്ഷേ എപ്പോഴും ഫ്ലോപ്പായിട്ടുണ്ടെന്നല്ല, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുളിമാവ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഫുൾ ഗ്യാരണ്ടിയാണ്, നല്ല അടിപൊളിയായിട്ട് വന്നോളും. അങ്ങനെ ഇത്രയും സംഭവങ്ങൾ ചേർത്ത് നന്നായിട്ട് നരച്ച് വയ്ക്കുക. അരയ്ക്കണതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അരയ്ക്കാൻ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ അരയാതെ കിടന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കും, പിന്നെ മിക്സി കംപ്ലൈൻ്റ് ആവും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അരയ്ക്കുക. എന്നിട്ട് അരച്ച് അത് ഊറ്റിയതിന് ശേഷം പിന്നെ മസ്റ്റായിട്ടുള്ളൊരു സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യൽ. ആ ഒരു സ്റ്റെപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ അപ്പം അടിപൊളിയായിട്ട് വരികയില്ല. അത് 100% ഉറപ്പാണ്. കാരണം ഇതാണ് അതിൻ്റെ ഫെർമെൻറ്റേഷനിലുള്ള മെയിൻ കാര്യം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതവിടെ മാറ്റി വെച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി പിറ്റേന്ന് രാവിലെ വീണ്ടും നമ്മുടെ അംഗം തുടങ്ങും. അങ്ങനെ നമ്മൾ അപ്പത്തിൻ്റെ മാവും എല്ലാം അരച്ച് വെച്ചിട്ട് പിന്നെയും കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ടായിരുന്നു. അതായത് നമ്മൾ അപ്പത്തിനുള്ള ബാറ്ററൊക്കെ റെഡിയാക്കിയല്ലോ, അതിൻ്റെ പാത്രങ്ങളും മിക്സിയുടെ ജാറും അതേപോലെ ചോറൊക്കെ കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നമ്മുടെ പണി അവിടെ തീർത്ത് പിന്നെ പോയി കിടന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പിള്ളേരെ ലഞ്ച് ബോക്സ് ഒക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് എന്നും സ്കൂൾ വിട്ട് വരുമ്പോൾ എടുത്ത് വയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറന്നു നോക്കും. പിന്നെ ഞാൻ രണ്ടാമതൊന്നും കൂടെ വിളിച്ച് ഒച്ച എടുക്കുമ്പോഴായിട്ട് അവരത് കൊണ്ടുവന്ന് വയ്ക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കതും കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി അതൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ വച്ചിട്ടാണ് പിന്നെ പോയി കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഓരോ വ്ളോഗ്, ചെറിയ ഓരോ വ്ളോഗുകൾ മോർണിംഗോ ഈവനിങ്ങോ അങ്ങനെ ഓരോരോ വ്ളോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.